ഹലോ എവ്രിവൺ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്സിനെ ഡിഫൈൻ ചെയ്യാനും അവരുടെ റൈറ്റ്സും ഡ്യൂട്ടീസും അവരുടെ ലയബിലിറ്റീസും ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റ്, ലീഗലി വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടെങ്കിൽ നാളെ നമ്മുടെ ബിസിനസ്സിൽ എന്തൊക്കെ തന്നെ തർക്കം വരികയാണെങ്കിലും, പാർട്ട്നേഴ്സ് തമ്മിൽ എന്തൊക്കെ പ്രശ്നം വരികയാണെങ്കിലും ഇതിനൊരു എവിഡൻസ് ആയിട്ട് കോടതി സ്വീകരിക്കുന്നതായിരിക്കും. മാത്രമല്ല ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. എല്ലാ പാർട്ട്നേഴ്സിനും റൈറ്റ്സും ഡ്യൂട്ടീസും ലയബിലിറ്റീസും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. സപ്പോസ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ നമുക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റും. അതിൻ്റെ റിസ്ക് ഉണ്ട്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? ഒന്ന്, പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് വിൽ ബി ഷെയർ ഈക്വലി. ഇപ്പോൾ ഒരു പാർട്ട്ണർ 5 lakhs കൊണ്ടുവന്നു, വേറൊരു പാർട്ട്ണർ 10 lakhs കൊണ്ടുവന്നു. ബട്ട് അത് വിചാരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു പാർട്ട്ണർ കൂടുതൽ പ്രോഫിറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ അയാൾക്ക് കിട്ടത്തില്ല. കാരണം ഡീഡില്ലെങ്കിൽ പ്രോഫിറ്റ്സും ലോസും ഈക്വലിയാണ് ഷെയർ ചെയ്ത് പോവുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇത് ഫേം പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ്. അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലുമേ അവർക്കൊരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ ഫേമിന് ഇത് കൊടുക്കണം യാതൊരു നിർബന്ധമില്ല. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിലും ഒരു പാർട്ട്ണർ പറയാണ് എനിക്ക് ഇത്ര ശതമാനം ഇൻവെസ്റ്റ് ചെയ്ത തുകമേ പലിശ വേണമെന്ന് പറയുകയാണെങ്കിലും ഈ വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്. അയാൾക്കത് കിട്ടത്തില്ല, കാരണം പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ചിലപ്പോൾ ചില പാർട്ട്നേഴ്സ് എന്ത് ചെയ്യാം, അവർ എന്തെങ്കിലും പേഴ്സണൽ ആവശ്യം വരുമ്പോൾ അവർ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ പ്രോഫിറ്റ്സിൽ നിന്ന് ഇപ്പോഴേ കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിഡ്രോ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ഫേമിന് കൊടുക്കേണ്ടതാണ് പലിശ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കേണ്ട ആവശ്യകത ഇല്ല. 3, നോൺ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. ചിലപ്പോൾ ഒരു ഫേമിന് 10 പാർട്ട്നേഴ്സ് ഉണ്ടാകും. അതിൽ 1-2 പാർട്ട്നേഴ്സ് മാത്രമേ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ശമ്പളം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കമ്മീഷൻ കൊടുക്കേണ്ടി വരും. ബട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ, ഈവൻ ദോ നിങ്ങളുടെ ഫേമിന് എക്സ്ട്രാ വർക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് സാലറിയോ കമ്മീഷനോ ആവശ്യപ്പെടാനോ റൈറ്റ് ഇല്ല. ഇനി നിങ്ങൾ ആവശ്യപ്പെട്ടാലും ഫേമിന് തരേണ്ട യാതൊരു ബാധ്യതയില്ല. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടത്തില്ല, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇല്ല, പ്രോഫിറ്റ്സ് വിൽ ബി ഷെയർഡ് ഈക്വലി, നോ റെമ്യൂണറേഷൻ. നെക്സ്റ്റ് വൺ ഈസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഏതെങ്കിലും പാർട്ട്ണർ ഫേമിന് ഫണ്ട് ആവശ്യം വന്നപ്പോൾ എക്സ്ട്രാ എമൗണ്ട്, ക്യാപിറ്റലിന് പുറമെ എക്സ്ട്രാ എമൗണ്ട് ലോണായിട്ട് കൊടുക്കുകയാണെങ്കിൽ അയാൾ ചോദിക്കുന്ന ഇൻട്രസ്റ്റ് കിട്ടത്തില്ല. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ മാക്സിമം അയാൾക്ക് കിട്ടാവുന്ന ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6% ആണ്. ഇപ്പോഴും പാർട്ട്ണർഷിപ്പ് ഡീഡ്, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ ഒരു ഡീഡ് നമ്മൾ നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യണം. അതൊരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയാലോ, അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഒരു CS അടുത്ത് പോയാൽ ഒരു 5000 രൂപയുടെ മുദ്രപത്രം മേടിച്ച് കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ അതില്ലെങ്കിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്.